ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡി ബി സെലക്ട് ചെയ്യാറുണ്ട്. ഇത് 3 ഫേസ് ഡി ബി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ MRP തന്നെ ആദ്യമേ തന്നെ നോക്കുക, 14,100 ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് ഡി ബി 6 വേ ഡി ബി എന്നാണ് പറയുന്നത്. ലെഗ്രാൻഡിൻ്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത് 3 ഫേസ്. അതായത് 6 വേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫേസിലും 6 MCB വീതം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ വരുന്ന 18 MCB 18 സർക്യൂട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാവുന്ന രീതിയിലാണ് 100 ആംപിയർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. ഇതാണ് ഡി ബി വരുന്നത്. ഡി ബിയുടെ ELCV ഐസൊലേറ്റർ നമ്മൾ ഈ സെക്ഷനിൽ വരുന്നു. പിന്നെ ഈ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ വരുന്നത് ഐസൊലേറ്റർ ഇരിക്കുന്ന നമ്മുടെ സെലക്ടറിൽ ഇരിക്കുന്ന ഏരിയ ആണ്. അതിനുശേഷം തൊട്ടപ്പുറത്ത് വരുന്നത് ഓരോ ഫേസുകളാണ്. റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ്. അങ്ങനെ വരുന്നത് 3 ഫേസുകളുടെയും സെപ്പറേറ്റ് MCBകളാണ്. ഈ MCBകളിൽ ഇരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് 6 സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ച് 6 MCBകൾ വെച്ച് നമുക്ക് അവിടെ കൊടുക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് അതിൻ്റെ മീറ്റർ ബോക്സും വരുന്നത്. അതായത് ഒരു ഏരിയയിൽ തന്നെയാണ് അതിൻ്റെ തൊട്ട് ബാക്സിൽ തന്നെയാണ് മീറ്റർ ബോക്സും വരുന്നതുകൊണ്ട് തന്നെ ഡി ബി വെച്ചതിന് ശേഷം തൊട്ട് താഴെയായിട്ടാണ് അതിൻ്റെ മീറ്റർ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഡി ബി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളതിലേക്ക് കൊടുത്തിരിക്കുന്ന മീറ്റർ ബോക്സിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻസിന് വേണ്ടി ഹോൾ കൊടുത്തിരിക്കുന്നതാണ്. അതിലാണ് പൈപ്പ് ഇടുന്നത്. ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ബി വെക്കുമ്പോൾ ഡി ബിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിചാരി ഉള്ളതുകൊണ്ട് അത് അറേഞ്ച് ചെയ്തോണം വെക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മീറ്റർ ബോക്സ് പുറത്തുനിന്നുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. മീറ്റർ ബോക്സ് നമ്മൾ അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഡി ബി വരുന്നു. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ടാണ് മീറ്റർ ബോക്സ് വരുന്നത്. അതും 3 ഫേസ് മീറ്റർ ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് മീറ്റർ ബോക്സ് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്നു. പുറത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് എർത്ത് കാര്യങ്ങളൊക്കെ നേരെ താഴേക്ക് കൊടുക്കും. അതുപോലെ തന്നെ മീറ്റർ ബോക്സിൽ കൊടുക്കാനുള്ള സപ്ലൈ, അത് KCBയിൽ നിന്ന് ലൈൻ വരാനുള്ള മുകളിലേക്കുള്ള ഒരു ബെൻഡും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ്. ഇത് തേപ്പ് കനം കറക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക്കിന് മുന്നേ ഇതുപോലെ എല്ലാം ഉറപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്ലാസ്റ്റിക്കിന് ശേഷം നമ്മൾ വരുന്നത് വെച്ചാൽ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഡി ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിചാരിയുള്ള ടൈപ്പ്, അതായത് വിചാരി ഫ്രണ്ടിലൊരു വിചാരി വരുന്നുണ്ട്. ആ വിചാരി നമ്മൾ ഫുൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് എപ്പോഴും നമ്മൾ ഫ്രണ്ടിലേക്ക് കയറ്റിയിടണം. പിന്നെ അതുപോലെ തന്നെ അത് കൂടാതെ തേപ്പിൻ്റെ പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു mm അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ നമുക്ക് തേപ്പ് കനം വരും. അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡി ബി പുറത്തേക്ക് വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡി ബി വെച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് പ്ലാസ്റ്റിക്കിനുള്ളിലേക്ക് നമ്മൾ ഡി ബി പോയി കഴിഞ്ഞാൽ വിചാരി തുറക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ഡോറ് നമുക്ക് തുറക്കാൻ സാധിക്കില്ല. അത് വിചാരി മോഡൽ വരുന്ന ഡി ബികളെല്ലാം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ഡി ബി ആണെങ്കിലും വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ആദ്യമേ തന്നെ ഡി ബി നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡി ബി ഫ്രണ്ട് നമ്മൾ അതിൻ്റെ ഫുൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെ ചെയ്യണമെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡി ബിയുടെ ലെഗ്രാൻഡിൻ്റെ ഡി ബി ആണ് നമ്മൾ പറഞ്ഞു 6 വേ. അതിൻ്റെ MRP നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും MRP കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു 25% അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.